നരകത്തെ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു, സ്വർഗത്തെ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. സ്വർഗവും നരകവും വഹയിന്റെ അടിസ്ഥാനത്തിൽ കണ്ട അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ഭാഗമായി പ്രവാചകൻക്ക് അല്ലാഹു കാണിച്ചു കൊടുത്ത സ്വർഗവും നരകവും അത് കണ്ട റസൂലാണ് പറയുന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂൽ സംസാരിക്കാറില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, റസൂലുള്ള സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും പറയാറില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിബ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. ആനന്ദങ്ങൾ അതേ സന്തോഷ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ അതിരുവിട്ടാനന്ദിക്കുന്നവർക്ക് പാഠമായി. അതേ ഏത് നിമിഷങ്ങളിലും ചിരിയും സന്തോഷങ്ങളും അതേ ദുഃഖിക്കുന്നവര് മനസ്സില്ലാത്ത റബ്ബിനെ കുറിച്ചോർത്ത് കരയാത്ത ഹൃദയത്തിന്റെ ഉടമകളായി മാറുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ ഒരു നരകം വരാനുണ്ട്, ആ നരകത്തിലേക്ക് ഒരുങ്ങുന്നവരായി നിങ്ങൾ മാറരുത് എന്ന ഓർമ്മപ്പെടുത്തലുകൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരണത്തിന്റെ സമയത്ത് തന്നെ നമുക്കറിയാം സ്വർഗമാണോ നരകമാണോ എനിക്കുള്ളത് എന്ന് ആ സമയത്ത് തന്നെ നമുക്കറിയാം. ആ സമയത്ത് തന്നെ നമുക്കത് ബോധ്യപ്പെടുമെന്നാണ്. അതേ മുത്തഖീങ്ങളായ ആളുകളെ ആ റൂഹ് പിടിക്കുന്ന സമയം നമുക്കറിയാമല്ലോ. അക്രമികളായ തോന്നിവാസികളായ നഫ്സുൽ ഖബീസിന്റെ ഉടമകളെ പിടിച്ചെടുക്കുന്ന റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുന്ന രംഗം നോക്കുമ്പോൾ തന്നെ സ്വർഗമാണോ നരകമാണോ എന്ന് വേർതിരിച്ചറിയാമല്ലോ. സഹോദരാ, ആ സമയത്തുണ്ട് പടച്ചതമ്പുരാൻ പറയുന്ന വാചകമുണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേ റൂഹിനെ പിടിക്കുന്ന രംഗം, കാഫിറിന്റെ റൂഹിനെ പിടിക്കുന്ന രംഗം നബിയെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതേ അവരുടെ മുതുകഭാഗത്തടിക്കുകയാണ്, അവരുടെ മുഖത്തടിച്ചുകൊണ്ടാണ് റൂഹിനെ പിടിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്. അത്ര കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഖബറിലേക്ക് വെക്കുന്നതോടെ ഖബറിലെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോ അവർക്ക് ബോധ്യപ്പെടും സ്വർഗമാണോ നരകമാണോ എന്ന്. ഇന്ന അഹദകും ഇദാ മാ തഉരിദ അലൈഹി മഖഅദഹു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകമാണ്. ഖബറിൽ നിന്ന് തന്നെ അവർക്ക് ബോധ്യപ്പെടുകയാണ് എനിക്ക് നരകമാണോ എനിക്ക് സ്വർഗമാണോ എന്ന് ഖബറിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അക്രമികളെ, തോന്നിവാസികളെ, ശിർക്ക് ചെയ്തവരെ, ബിദ്അത്ത് ചെയ്തവരെ, അക്രമം ചെയ്തവരെ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് വലിച്ചെറിയുമ്പോ നരകത്തിന്റെ ഗതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വാചകം ഇതാ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ നരകത്തിൽ നിന്ന് കാത്തോളണേ. നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കണം. ആ നരകം എന്താണ്, നരകത്തിന്റെ ഭയാനകത എന്താണ് തുടർന്ന് റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ്. കുടുംബ ബന്ധത്തിന്റെ മഹത്വം എവിടെ വിശദീകരിച്ചു, കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട ചുരുങ്ങിയ വിശദീകരണം എവിടെ, എന്റെ സുഹൃത്ത് ഹാരിസ് മദനി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാര്യമാർ ഭർത്താക്കന്മാരോടെങ്ങനെ ആവണം അദ്ദേഹം പഠിപ്പിച്ചു. ഭർത്താക്കന്മാർ ഭാര്യമാരോടെങ്ങനെ, ഉമ്മ ഉപ്പാനോടെങ്ങനെ, ഉപ്പ ഉമ്മയോടെങ്ങനെ, ഭർത്താവ് നോക്കൂ നിങ്ങൾ മാതാപിതാക്കളോട് മക്കളെ പെരുമാറേണ്ട രൂപമെങ്ങനെ, എല്ലാറ്റിനുമുപരി കുടുംബ ബന്ധത്തിന്റെ മഹത്വം പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ചോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ കാര്യം നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നമുക്കൊരു ബാധ്യത കൂടി. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തോളണേ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ നരകത്തിന്റെ ഭയാനകതയെ, നരകത്തിന്റെ ഭീകരതയെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നരകത്തിന്റെ തീജ്വാലയെ കുറിച്ച്, അതിന്റെ ചൂടിനെ സംബന്ധിച്ച്, അതിന്റെ ഭയാനകതയെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിലെ
ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചെറിയ ചൂടിനെ എന്ന് ആ തീജ്വാലക്ക് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ 69 ഇരട്ടി ചൂടുള്ള നരകം. ആ നരകത്തിന്റെ ഒരൽപ്പം വിശദീകരണം ഖുർആൻ നൽകുകയാണ്. അതേ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന് റബ്ബ് പറഞ്ഞിട്ട് വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കരിച്ചു കളയുന്നത് എന്താണ്? അവിടെ കരിച്ചു കളയുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയുമാണ്. മനുഷ്യനും കല്ലുമാണ് നരകത്തിലെ ഇന്ധനമായി കരിക്കപ്പെടുന്നത്. മനുഷ്യനും കല്ലും അവിടെ കരിക്കപ്പെടും. അതിങ്ങനെ കരിഞ്ഞ് കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ, സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യം ബോധ്യപ്പെടുത്തുമ്പോ പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നരകത്തിന്റെ ഭയാനകത, അതിന്റെ ചൂടിന്റെ കാഠിന്യത്തെ കുറിച്ച് പറയുമ്പോ, കല്ലാ ഇന്നഹാ ലളാ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നതല്ല നരകം. ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിചാരിച്ചോ അടുപ്പത്ത് കത്തുന്ന തീയാണു നരകമെന്ന്? അതല്ലടോ നരകം. അതല്ല മനുഷ്യരെ, അക്രമികളെ, തോന്നിവാസികളെ, മദ്യപാനികളെ, ഇസ്ലാമിക വേഷം ധരിക്കാത്ത സ്ത്രീകളെ, സിനിമ കണ്ട് സീരിയല് കണ്ട് റബ്ബിനെ സ്തുതിക്കുന്ന നേരം കഴിച്ചു കൂട്ടുന്ന, റബ്ബിനെ സ്തുതിക്കുന്ന സമയങ്ങള് ഹറാമിന്റെ മുന്നിലിരുന്ന് നേരം കഴിക്കുന്ന സഹോദരങ്ങളെ, അതേ ക്ലബ്ബുകളിൽ ഇരുന്നിട്ട് ആ യുവത്വത്തിന്റെ സമയം പാഴാക്കുന്ന ചെറുപ്പക്കാരെ, മുഴുവൻ ആളുകൾക്കും ഒരു പാഠമായി, നിങ്ങൾ വിചാരിക്കുന്ന അടുപ്പത്ത് കത്തുന്ന തീയല്ല, അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്കിൽ നിന്ന് കത്തിപ്പൊന്തുന്ന തീയല്ല നരകം. കല്ലാ ഇന്നഹാ ലളാ, നിങ്ങൾ വിചാരിക്കുന്നതല്ല നരകം, മറിച്ച് നസ്സാഅത്തൽ ലിശ്ശവാ, നസ്സാഅത്തൽ ലിശ്ശവാ, നസ്സാഅത്തൽ ലിശ്ശവാ, മനുഷ്യന്റെ തലയോട്ടിയെ ഉരുക്കിക്കളയുന്ന തീജ്വാലയാണ് നരകമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ, അതിന്റെ ഭയാനകത ആ രൂപത്തിൽ റബ്ബ് ബോധ്യപ്പെടുത്തുമ്പോ, സഹോദരങ്ങളെ, ആ നരകത്തിലേക്ക് അങ്ങാനും എത്തിപ്പെട്ടാൽ, അവിടെ ചൂടിങ്ങനെ കഴിഞ്ഞാൽ അവിടെ കാവൽക്കാരുണ്ട്. നരകത്തിൽ നിന്ന് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ കാവൽക്കാരുടെ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് കാവൽക്കാരെന്നറിയുമോ? മലായികത്തുൻ ഗിലാലുൻ ശിദാദുല്ലാ യഗ്സൂനല്ലാഹ മാ അമറഹും ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. നോക്ക് നിങ്ങൾ, ഒരു സെക്കൻഡ് പോലും റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കാത്ത മലക്കുകളാണ് നരകത്തിന്റെ കാവലാളികൾ. പരിക്കന്മാരാണവർ, ഭീകരന്മാരാണവർ. അവർ നരകത്തിൽ ഇട്ടിട്ട് മനുഷ്യനെ നിയന്ത്രിക്കുന്ന ദിവസങ്ങളായി നരകത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ ആ നരകത്തിന് 19 കാവൽക്കാരുണ്ട്. അതാ അലൈഹാ 19 പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, 19 കാവൽക്കാരുണ്ട്. ഈ ആയത്ത് സഹദേ മക്കത്ത് മുശ്രിക്കിന്റെ മുന്നിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയപ്പോ മുശ്രിക്കുകൾ പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദേ 19 കാവൽക്കാരല്ല നരകത്തിന്, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെളുപ്പമാണ്. അഥവാ ഞങ്ങൾ നരകത്തിലേക്ക് പോയാലും ഞങ്ങളിലെ 10 ആളുകളെ കൂടി ഒരു മലക്കിനെ അടിച്ചു തള്ളിയിട്ടാൽ നരകത്തിൽ നിന്ന് 10 മലക്കിനെയും അടിച്ചു തള്ളിയിട്ട് ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് കയറി സ്വർഗത്തിലേക്ക് പോകാമല്ലോ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത വിശദീകരണം എന്താണ്? അതല്ല, മലക്കുകൾ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. നരകത്തിലെ ഒരു മലക്കിന്റെ ശക്തി, ഒരു മലക്കിന്റെ ആരോഗ്യം ഈ ലോകത്തെ കോടാനക്കോടി മനുഷ്യരെ അടിച്ചു വീഴ്ത്താൻ മാത്രമുള്ള കരുത്തുള്ളവരാണ് നരകത്തിലെ കാവൽക്കാരെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അത്ര കൃത്യമാണ്, അത്ര ഭയാനകരമാണ് നരകം. സഹോദരങ്ങളെ, നരകത്തിന്റെ ആഴം എത്രയാണ് അറിയണ്ടേ നമുക്ക്, പഠിക്കണ്ടേ നമുക്ക്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് തിരിച്ചറിയണ്ടേ സഹോദര, നരകത്തിന്റെ ആഴം എത്രയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇങ്ങനെ വട്ടത്തിലിരുന്ന് അവർ ഈ ദീനിങ്ങനെ ചർച്ച ചെയ്യുമ്പോ, ദീനിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇത് സമിഅ വജ്ബതൻ, ഒരു ഒച്ചവർ കേട്ടു, ഒരു ശബ്ദം അവർ കേട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സ്വഹാബാക്കളോട് ചോദിച്ചു, സ്വഹാബത്തെ
തദറൂന മാ ഹാദാ, ഇപ്പൊ കേട്ട ശബ്ദം എന്താണ് എന്ന് അറിയുമോ നിങ്ങൾക്ക്? അറിഞ്ഞോ നിങ്ങൾ എന്താണ് ആ ശബ്ദമെന്ന്? അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം, ഞങ്ങൾക്കറിയില്ല റസൂലേ എന്താ കേട്ട ഒച്ച എന്ന്, എന്താണ് ആ കേട്ട ശബ്ദമെന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹദാ ഹജറുൻ, അതൊരു കല്ലാണ്, അതൊരു കല്ലാണ് കൂട്ടരെ. റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫാ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്കിട്ടൊരു കല്ലാണത്. അത് ചെന്ന് പതിക്കുന്നത് 70 വർഷത്തിന് ശേഷമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരകത്തിന്റെ ആഴം എത്രയാണ് സഹോദരങ്ങളെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തുണ്ട് മാർഗം, എന്തുണ്ട് വഴി? ഇത് അന്വേഷിക്കേണ്ടവരും ആ തഖ്വയോടെ ജീവിക്കേണ്ടവരുമാണ് നമ്മൾ. ആ നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ 70 വർഷത്തെ യാത്രാദൂരമായി ഒരു കല്ലിട്ടാൽ 70 വർഷമാകും ചെന്ന് പതിക്കാനെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? പടച്ചോനെ, ആ നരകത്തിലേക്കെങ്ങാനും എന്നെ വലിച്ചെറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ബുദ്ധിയുള്ളവരവരാണ്, ചിന്തിക്കുന്നവരവരാണ്, യഥാർത്ഥ ജീവിതത്തിനു വേണ്ടി ഒരുങ്ങുന്നവർ, യഥാർത്ഥ ജീവിതത്തിനു വേണ്ടി ആലോചിക്കുന്നവർ, അതിനുവേണ്ടി ചിന്തിക്കുന്നവർ. അതേ, നരകത്തിന്റെ വിശാലത അറിയണ്ടേ? നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെ വിശാലത അറിയണ്ടേ? അതിന്റെ ഭയാനകത അറിയണ്ടേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേ, സൂറത്തുൽ ഖാഫ് എടുക്കൂ സഹോദരാ, എന്നിട്ടൊന്ന് വായിച്ചു നോക്ക്. നരകത്തോട് അല്ലാഹു ചോദിക്കും, നരകമേ ഹലിം തലഹ്തി, കോടാനക്കോടി മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ശരി, ആ നരകത്തോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, കോടിക്കണക്കിന് ആളുകളെ നരകത്തിലേക്ക് എറിഞ്ഞിട്ട് ആ ലക്ഷങ്ങളെ കോടികളെ നരകത്തിലേക്ക് എറിഞ്ഞ ശേഷം റബ്ബ് ചോദിക്കും നരകത്തോട്, നരകമേ ഹലിം തലഹ്തി, നിനക്ക് മതിയായോ? നരകം പറയും, അതേ ഫതഖൂലു, ആ നരകത്തിന്റെ സംസാരം, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, പടച്ചോനെ ഇനിയുമുണ്ടോ? ഇനിയുമുണ്ടെങ്കിൽ ഇനിയും കൊണ്ടറബേ. നരകം മറുപടി പറയുന്നത് അങ്ങനെയാണ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്. അവസാനം റബ്ബിന്റെ കാല് വെക്കുമ്പോഴാണ് നരകം പറയുന്നത്, മതി റബ്ബേ, മതി മതി, ഇനി വേണ്ട റബ്ബേ എന്ന്. അത്രമാത്രം ആഴവും അത്രമാത്രം വിശാലതയുമാണ് നരകത്തിന്റെ വിശാലത എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, എന്നിട്ട് പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്താണെന്നറിയോ? നരകത്തിലേക്ക് ആളുകളെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നരകക്കാരന്റെ വലുപ്പത്തെ നമ്മൾ തിരിച്ചറിയണം. നരകത്തിൽ കോടാനക്കോടി ആളുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളിൽ 1000 ആളുകളുണ്ടെങ്കിൽ 999 നരകത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊരു മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരു സംഘത്തെ കുറിച്ച് സ്വഹാബികളോട് അത് ഉണർത്തുകയാണ്. അതേ, ഒരു സമുദായം അങ്ങനെയുണ്ട്, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന അവസാന കാലഘട്ടങ്ങളിൽ കടന്നു വരുന്നതിന്റെ അടയാളങ്ങളൊക്കെ ഓർക്കുമ്പോ സഹോദരങ്ങളെ, തിന്മകളിൽ കൂപ്പുകുത്തിയ ജനങ്ങളായി ജനത മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പെടാതിരിക്കാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹു നമുക്ക് സഹായിക്കുമാറാവട്ടെ.